കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിയാച്ചിൻ ഹിമാനി വരെയായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളമാണ് സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളം സിയാച്ചിനാണ്. ലോകത്തിൽ ധ്രുവപ്രദേശങ്ങളിലല്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ് സിയാച്ചിൻ. മറക്കരുത്, ലോകത്തിൽ ധ്രുവപ്രദേശങ്ങളിലല്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനി സിയാച്ചിനാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തത് ഏതായിരിക്കും? ഫെഡ്ചെൻകോ, താജിക്കിസ്ഥാനിലെ ഫെഡ്ചെൻകോയാണ്. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനി സിയാച്ചിനാണ്. ഇത് 76 കിലോമീറ്ററാണ് വരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ, ഈ അതിർത്തി രേഖയെ പറ്റി നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അത് പോയി കാണുക. നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഏതാണെന്ന്. ഈ അതിർത്തി രേഖയ്ക്ക് വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഹിമാനിയാണ് സിയാച്ചിൻ. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ഹിമാനിയെയാണ്. അപ്പോൾ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് ഈ സിയാച്ചിൻ ഹിമാനിയെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹിമപീഠഭൂമിയാണ് സിയാച്ചിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപാഡും സിയാച്ചിൻ തന്നെയാണ്. റോസാപ്പൂക്കൾ സുലഭം എന്ന അർത്ഥം വരുന്ന യുദ്ധഭൂമി സിയാച്ചിനാണ്. അപ്പം സിയാച്ചിൻ എന്ന യുദ്ധഭൂമിക്ക് അർത്ഥമായിട്ട് വരുന്നത് റോസാപ്പൂക്കൾ സുലഭമാണ്. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് APJ അബ്ദുൽ കലാമാണ്. അപ്പം സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹം 2007 സിയാച്ചിൻ സന്ദർശിക്കുന്നത്. രണ്ടാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? രാംനാഥ് കോവിന്ദാണ് കേട്ടോ. രാംനാഥ് കോവിന്ദാണ് രണ്ടാമത് ഈ സിയാച്ചിൻ ഹിമാനി സന്ദർശിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രപതി. സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. മാറിപ്പോവരുത്. സിയാച്ചിൻ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി, ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹം 2005 സിയാച്ചിൻ ഹിമാനിയിൽ പോകുന്നത്. രണ്ടാമത് പോകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നൂബ്ര നദിയാണ്. സിയാച്ചിൻ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട്, നൂബ്ര നദിയാണ്. നൂബ്ര നദി ചെന്ന് ചേരുന്ന സിന്ധു നദിയുടെ പോഷക നദി ഷ്യോക്ക് നദിയിലാണ് ഈ നൂബ്ര നദി ചെന്ന് ചേരുന്നത്. റിമോ ഗ്ലേഷ്യറിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ഷ്യോക്ക് നദി എന്ന് പറയുന്നത് കേട്ടോ. മരണത്തിൻ്റെ നദി എന്നറിയപ്പെടുന്നത് ഷ്യോക്ക് നദിയാണ്. മരണത്തിൻ്റെ നദി, ഷോക്ക് അടിക്കുമ്പം മരിക്കും എന്നായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഷ്യോക്ക് നദിയാണ് മരണത്തിൻ്റെ നദി എന്നറിയപ്പെടുന്നത്. ഷ്യോക്കിൻ്റെ പ്രധാന പോഷക നദികളാണ് ഗാൽവാൻ, നൂബ്ര എന്നിവ.